നിനക്ക് എവിടെ അറിയാവോ? ഇവിടെ അറിയോ? എനിക്ക് അറിയില്ല. ആരാ? എന്താ കാര്യം? നിങ്ങളൊന്ന് സ്നേഹമായിരുന്നെന്നും നിനക്ക് ഇവളിലുണ്ടാകാൻ ഈ കുട്ടി എന്നുമാണ് ഇവള് പറയുന്നത്. എന്റെ കുട്ടിയെ പച്ചക്കല്ലാണ് ഡാഡി ഇവള് പറയുന്നത്. അല്ല, സത്യമാണ്. നീല, നീ വെറുതെ. അപ്പൊ നിനക്ക് അവിടെ പേരറിയാം? പേര് പണ്ട് ഞാൻ ലോക്കോളെ പഠിച്ചോണ്ടിരുന്നപ്പം ഇവളവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. നേരത്തെ അറിയില്ലെന്ന് പറഞ്ഞു? ആരും പറഞ്ഞു. അത് പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ നിനക്ക് എന്തൊക്കെ മനസ്സിലായി? ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു എന്നല്ലാതെ അതിൽക്കുള്ളിൽ യാതൊരു ബന്ധമില്ല. ഇതൊന്നും എന്റെ ഒന്നുമല്ല, സത്യം. ഒരു നിമിഷം. To my darling Nina, my hunger for you can never read the miles between us. നിനക്ക് ഇത്രയൊക്കെ ഇംഗ്ലീഷ് അറിയാം? ഡാഡി, ഇതൊന്നും എന്റെ അല്ല ഡാഡി. ഈ കയ്യക്ഷോപ്പ് നിന്റെ അല്ലേ? ഇതോ? അത് ഇത് എന്റെയാണ്. അതെ. ഇതിനർത്ഥം നീ ഇവിടെ നിന്ന് സ്നേഹമായിരുന്നല്ലേ? എന്നാടാ നാ ഇറങ്ങിപ്പോയോ? ഡാഡി, സത്യം ഞാൻ പറയാം. സ്നേഹമായിരുന്നു എന്നല്ലാതെ ബാക്കി ഈ പറയുന്ന മുഴുവൻ കള്ളവാ. 3 വർഷം മുമ്പ് കോളേജ് കഴിഞ്ഞ കഥയാണിത്. ഇത്ര നാൾ ഇവിടെ എവിടെയായിരുന്നു? കോളേജിൽ നിന്ന് പോകുമ്പോ ഞാൻ ഗർഭിണിയായിരുന്നു. അയ്യോ. അപ്പനോട് അമ്മയോട് പറഞ്ഞിട്ട് എന്നെ വന്ന് വിവാഹം കഴിക്കാമെന്ന് ഇയാൾ പറഞ്ഞു. ഞാനങ്ങനെ പറയില്ല. എനിക്ക് അപ്പനമ്മ ഇല്ലല്ലോ. ഇപ്പൊ മനസ്സിലായില്ല എന്നുള്ളതാണ്. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ഇല്ലാത്ത എങ്ങനെ ഉണ്ടെന്ന് പറയും? നീ മിണ്ടരുത്. കുട്ടി പറയൂ. കത്തുകൾക്ക് മറുപടി കിട്ടാതായപ്പോ ഞാൻ ബോംബെയിൽ അന്വേഷിച്ചു. അവിടെയാണ് അപ്പനും അമ്മയും താമസിക്കുന്നതെന്ന് പറഞ്ഞ് ഒരു അഡ്രസ് തന്നു. ഞാൻ ബോംബെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. ഇപ്പൊ മനസ്സിലായില്ല ഡാഡി ഇവിടെ കള്ളമാണ് പറയുന്നത്. അതെനിക്ക് മനസ്സിലായത് അന്വേഷിച്ച് ബോംബെ ചെന്നപ്പോഴാണ്. അങ്ങനെ ഒരു അഡ്രസ്സേ ഇല്ല. പിന്നെ ഞാൻ കൽക്കട്ടയ്ക്ക് പോയി. നിന്റെ അമ്മ കുട്ടി പറയൂ. കൽക്കത്തയിൽ ബേബി മാത്യു എന്നൊരു ജ്യേഷ്ഠനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അവിടെ അന്വേഷിച്ചപ്പോ അദ്ദേഹം അവിടുന്ന് പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കുറെ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് ഈ അഡ്രസ് കണ്ടുപിടിച്ചത്. കോളേജ് വെച്ച് ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞു പറഞ്ഞു വല്ലവന്റെ കൊച്ചിന്റെ തന്ത അവന്റെ കിട്ടില്ല. ഈ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അത് പറയാൻ ബോബയ്ക്ക് കഴിയോ? ഞാൻ നിന്റെ തന്ത അല്ല.